ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ 1 kg വെയിറ്റ് വരുന്ന മാഞ്ചോ കേക്കാണ്. അപ്പോൾ തലേദിവസം ക്രം കോട്ടൊക്കെ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഫൈനൽ കോട്ടിങ് കൊടുക്കണത്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തിനുള്ള കേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ചെയ്യാനും എളുപ്പമുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ആ ക്രംസൊക്കെ ഇപ്പോൾ മാഞ്ചോ കേക്ക് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റും ഒക്കെ വരുന്നതാണല്ലോ. അപ്പോൾ ആ ക്രംസൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തിരി പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം എടുത്ത് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് ഫൈനൽ ഫ്രോസ്റ്റിങ് ഒരു ലൈറ്റ് ക്രീം എന്നല്ല, ഒരു ചെറിയൊരു ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോയിൽ വൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഒരു ക്രീം കളറാണ് അവർ ഇമേജ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് സൈഡും ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ചെയ്യണ സമയത്ത് ഇതേപോലെ ഇങ്ങനെ പൊന്തി നിൽക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എഡ്ജ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എഡ്ജ് ഞാൻ കറക്റ്റായിട്ട് പിന്നെ ഒന്ന് കേക്ക് ഒരു സൈഡിലൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന വിധത്തിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഇതൊരു ആന 2 വയസ്സായൊരു മോൻ്റെ ബർത്ത്ഡേക്ക് ഉള്ളതാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ ആനേനെ കണ്ടാലും അവിടെ നിൽക്കുമെന്ന് പറയും. അപ്പോൾ എലിഫൻറ്റിൻ്റെ ഫോട്ടോസാണ് അവരധികം വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവർ ഇമേജ് അയച്ചു തന്നതിൽ താഴെ മാത്രമാണ് ആന ഇങ്ങനെ നിൽക്കണതുള്ളൂ. പക്ഷേ ഞാൻ മുകളിലൊക്കെ ടോപ്പർ പ്രിൻ്റ് എടുത്തിട്ട് വെച്ചു. അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി താഴത്തെ ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ മാക്സിമം കളേഴ്സ് എപ്പോഴും കുറച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് 2 വയസ്സായ കുഞ്ഞുമോനും കൂടി ഉള്ളതായ കാരണം ഒരു ഡ്രോപ്പ് ബ്ലൂ കളർ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. എപ്പോഴും കസ്റ്റമർ വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, മാക്സിമം കളർ കുറച്ചിട്ട് ചെയ്യണം. നമ്മൾ ഹോം ബേക്കേഴ്സ് എപ്പോഴും ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യണം. എന്നാലും കളറൊക്കെ അധികം ചെല്ലണത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ലൈറ്റ് ബ്ലൂവും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ടോപ്പേഴ്സ് എടുക്കണം. അപ്പോൾ ഞാനത് പ്രിൻ്റ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആന അങ്ങനത്തെ ഇതൊന്നും നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ പോയിട്ട് പ്രിൻ്റ് എടുത്ത് വന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ എടുത്തപ്പോൾ വെക്കണത് കുറച്ച് സൈഡിലേക്കായി പോയി. അപ്പോൾ അങ്ങനെ ആനേനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ് ബ്ലൂ ബോൾസാണ് വെച്ച് കൊടുക്കുന്നത്. ലൈറ്റ് ബ്ലൂവും ഗോൾഡനും ബോൾസുകളാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അവിടെ ബോൾസും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കട്ടെ. ഇതേപോലത്തെ വലുതും ചെറുതൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ബോൾസ് വേണം, പിന്നെ അതേപോലെ ആന ഇങ്ങനെ നിറച്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ഡിമാൻഡ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 2 എന്നുള്ള ഒരു ടോപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും പ്രിൻ്റ് എടുത്തതാണ്. പിന്നെ ആന ഇതേപോലെ സ്റ്റിക്ക് വെച്ചിട്ടാണ് വെക്കണത് കേട്ടോ. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേര് ഞാൻ ആദ്യം ബോർഡിൽ പേര് എഴുതാമെന്നാണ് വിചാരിച്ചു, പക്ഷേ പേരിങ്ങനെ കാണണമെന്ന് അവർ പറഞ്ഞ കാരണം ഞാൻ കേൾക്കുമ്പോഴാണ് പേര് എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഇനി പേര് എഴുതണം, കുറച്ച് ബോൾസൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇനി പേരൊന്ന് എഴുതട്ടെ കേട്ടോ. മോളാണ് പേര് എഴുതുക. ഞാൻ പേര് എഴുതുമ്പോൾ എൻ്റെ കൈ വറക്കും. അപ്പോൾ മോളെ കൊണ്ട് ഞാൻ എപ്പോഴും അവൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യും. അപ്പോൾ അതൊന്ന് എഴുതട്ടെ കേട്ടോ ഇനി പേരൊന്ന്. അപ്പോൾ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഭാഗത്ത് ഇങ്ങനെ പേളിൻ്റെ ചെറിയ പേൾസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അവർ പറയുമായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമായി, മോന് ഭയങ്കര ഇഷ്ടമായി കേക്ക് എന്ന്. അവർ ആനയെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. കേക്ക് കട്ട് ചെയ്യാനല്ല നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.